നമസ്കാരം. ദൂരദർശന്റെ കൃഷിദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ തെക്കുമാറി പഴയ തിരുവിതാംകൂറിന്റെ നെല്ലറയായ നാഞ്ചിനാടിന്റെ സമീപ പ്രദേശമാണ് നെയ്യാറ്റിൻകര. അഗസ്ത്യാർകൂടത്തിലെ പാറകളിൽ നിന്ന് ഉറപൊട്ടി വരുന്ന നെയ്യാറിന്റെ കൈവഴികളാൽ അനുഗ്രഹീതമാണ് നെയ്യാറ്റിൻകര. കാർഷിക മേഖലകളാൽ സമ്പന്നമായ ഇവിടം നെയ്യാറിന്റെ തന്നെ ഫലഭൂയിഷ്ടി കൊണ്ട് വിവിധ ഇനം കൃഷി ഇനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാണ്. ഇന്നത്തെ കൃഷി ദർശനിൽ 2 വ്യത്യസ്ത കർഷകരെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ വിസ്തൃതി കൊണ്ടും ഉൽപാദനം കൊണ്ടും ഒന്നാം സ്ഥാനത്താണ് വാഴകൃഷി. വളരെ കാലം മുമ്പ് തൊട്ടു തുടങ്ങിയ വാഴകൃഷിരീതികൾ വലിയ മാറ്റങ്ങളില്ലാതെ ഇന്നും തുടർന്നു പോരുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി ഒട്ടേറെ വാഴയിനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നു. നെയ്യാറിന്റെ തീരദേശമായ നെയ്യാറ്റിൻകരയിലെ തൊഴുക്കൽ മൂവർണ്ണത്തലയിൽ പാരമ്പര്യമായി കിട്ടിയ കൃഷിഭൂമിയിലും പാട്ടത്തിനെടുത്ത ഏക്കറുകണക്കിന് നിലത്തിലുമായി വാഴകൃഷിയിലൂടെ ജീവിതം പച്ചപിടിപ്പിക്കുകയാണ് കെ വിദ്യാധരൻ നായർ. ചെറുപ്പം മുതലേ കൃഷിയോട് അഭിനിവേശമുണ്ടായിരുന്ന ഈ വാഴകർഷകന്റെ കൃഷിപാഠങ്ങൾ ആരംഭിക്കുന്നത് അച്ഛനിൽ നിന്നാണ്. എത്ര വർഷമായി ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയിട്ട്? ഞാൻ 25 വർഷത്തോളമായി. 10-12 വയസ്സിൽ കൃഷി ഇറങ്ങിയതാണ്. നമ്മൾ അച്ഛൻ്റെ കൂട്ടത്തിലെ കൃഷിയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കൃഷിയിൽ വലിയ താല്പര്യം ഉള്ള ഇതിലാണ്. അങ്ങനെ ഇപ്പോഴും വലിയ താല്പര്യമാണ്. ഇപ്പം കൃഷി ചെയ്യാനുണ്ട്. വാഴകൃഷി മെയിനായിട്ടുള്ള കൃഷി വാഴകൃഷിയാണ്. പിന്നെ പച്ചക്കറി എല്ലാം ഉണ്ട്. വെള്ളരി ഇവയെല്ലാം നരണമുണ്ട്. ഇടവിളകളായിട്ട് വേറെ എന്തൊക്കെയുണ്ട് വെള്ളരി വാഴകൃഷി അല്ലാതെ? ഇടവിളായിട്ട് വേറെ മരച്ചിനി നടാറുണ്ട് വാഴയുടെ ഇടയ്ക്ക്. പിന്നെ മറ്റുള്ള ഈ വഴുതന വെണ്ട ഇതൊക്കെ നടാറുണ്ട്. ഇന്നിവിടെ 1000-ഓളം വാഴകൾ നിരയിട്ട് നിൽക്കുന്നു. നേന്ത്രൻ, കപ്പവാഴ, രസകദളി, റോബസ്റ്റ, പാളയംകോടൻ, ചിങ്ങൻ തുടങ്ങി ധാരാളം വാഴകൾ പറമ്പിലുണ്ടെങ്കിലും നേന്ത്രവാഴയോടാണ് വിദ്യാധരന് താൽപര്യം കൂടുതൽ. കൃഷിയെ പൂർണ്ണമായും ഉപജീവനമാക്കി കഴിയുന്ന ഈ കർഷകന്റെ വരുമാന സ്രോതസ് നേന്ത്രവാഴകളെ ആശ്രയിച്ചാണ്. നിലമുഴുതൊരുക്കി തടം പിടിച്ച് 2 അടി ആഴത്തിൽ കുഴികളെടുക്കുന്നു. കുഴികൾ തമ്മിൽ 6 അടി അകലത്തിലാണ് ഇവിടെ തൈകൾ നട്ടിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വാഴക്കന്നുകൾ തിരഞ്ഞെടുത്ത് വെയിലിൽ വച്ചുണക്കിയ ശേഷമാണ് വിദ്യാധരൻ നടുന്നത്. വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം, ചാണകം, പച്ചിലവളം എന്നിവ ചേർത്താണ് വാഴക്കന്നുകൾ നടാറുള്ളത്. 1 മാസം കഴിഞ്ഞ് വാഴക്കന്നുകൾ തളിരിടുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും ചാരവും വളമായി നൽകാറുണ്ട്. വാഴകൃഷിയോടൊപ്പം തന്നെ ഇടവേള കൃഷിയായി ചേന, മരച്ചീനി, വെള്ളരി തുടങ്ങിയവയും ഈ കർഷകൻ കൃഷി ചെയ്തു പോരുന്നുണ്ട്. വാഴകൃഷിക്കായി എടുക്കുന്ന തടത്തിലാണ് ഈ ഇടവേള കൃഷി ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഇവയ്ക്ക് വളങ്ങൾ നൽകാറില്ല. വാഴയ്ക്ക് കൊടുക്കുന്ന വളങ്ങളുടെ പങ്കുപറ്റി ഇവയും വളരുന്നു. വിളവെടുത്ത ശേഷം ഇടവേള കൃഷി വെട്ടി വാഴയുടെ വളമാക്കി മാറ്റുന്നുണ്ട്.
കൊല മുറിക്കാറാവുമ്പോഴേ കുലച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ കപ്പ നടാറുണ്ട്. ഈ ഒരു വാഴയ്ക്ക് 4 മരച്ചിനി കമ്പ് നട്ട് അത് കൊല മുറിച്ചതിന് ശേഷം വീണ്ടും 5 മാസം കഴിഞ്ഞാണ് പിഴുന്നത്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ വാഴയ്ക്ക് ഇടുന്ന വരത്തിൽ നിന്ന് തന്നെ അതും എടുത്തോളും. പിന്നെ വാഴ കൃഷി ചെയ്തതിന് ശേഷമല്ലേ ഇത് നട്ടുപിടിപ്പിക്കുന്നത്? അതേ കൂടെ തന്നെ വാഴ കൃഷി ചെയ്തതിന് ശേഷം വാഴ കുലച്ച് തുടങ്ങുന്നത് ഉടൻ കമ്പ് മരച്ചിനി കമ്പ് നടും. എന്നിട്ട് അടുത്ത 3 മാസം കൊല മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ തടയെല്ലാം വെട്ടിയിട്ട് ക്ലിയറാക്കി അടുത്ത് പിന്നെ ഒരു 5 മാസം കൂടി കഴിയുമ്പോൾ ഈ കപ്പ പിഴാറാവും. ചേട്ടാ 2.5 ഏക്കറോളം ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാട്ടത്തിന് അങ്ങനെ കൃഷി ഭൂമി എടുത്ത് ഇത് പോയിട്ട് പാട്ടത്തിനും കൃഷി ചെയ്യാറുണ്ട്. 2.5 ഏക്കർ സ്വന്തമായിട്ടുള്ളത്. അതിലാണ് പ്രധാനമായിട്ടും നേന്ത്രനും ഇതൊക്കെ നട്ടിട്ടുള്ളത്. പാട്ടത്തിനെടുത്ത് കൂടുതലും നേന്ത്രവാഴയാണ്. നടുമ്പോൾ പിന്നെ ഇടവിളയായിട്ട് ഇത് വെള്ളരി, വഴുതന, വെണ്ടയൊക്കെ നടാറുണ്ട്. ചേന നടാറുണ്ട്. ഇതൊക്കെ നമ്മളെ മറ്റുള്ള വളം ചെയ്യുന്നതിനുള്ള കൂലിയായിട്ട് അത് കിട്ടും. നെയ്യാറിന്റെ തീരപ്രദേശമായതിനാൽ ജലസമൃദ്ധിയാൽ ഫലഭൂയിഷ്ടമാണിവിടം. നെയ്യാറിന്റെ കൈവഴികൾ ഈ കർഷകന്റെ കൃഷിയെ സമ്പന്നമാക്കുന്നുണ്ട്. പുതുതായി ബോറിംഗ് വെള്ളത്തിനായി കുഴിയെടുത്തപ്പോൾ മോട്ടോർ പോലും വയ്ക്കാതെ അത്ഭുതകരമായ ജലപ്രവാഹമാണ് വിദ്യാധരന് ലഭിച്ചത്. ഒരു ഭാഗത്ത് വിളവെടുക്കാറാകുമ്പോൾ മറുഭാഗത്ത് വാഴക്കന്നുകൾ നടുന്ന രീതിയാണ് വിദ്യാധരന്റേത്. അതിനാൽ തന്നെ എല്ലാ കാലത്തും വിപണിയിലെത്തിക്കാൻ വാഴക്കുലകൾ സുലഭമായി ഈ കർഷകന്റെ കൈകളിലുണ്ട്. BFPCKയുടെ വിപണി വഴിയാണ് പ്രധാനമായും വിൽപ്പന നടത്താറുള്ളത്. ഏകീകൃതമായ വിലയും എത്ര വാഴക്കുലകളുണ്ടെങ്കിലും വിപണിയിൽ വിൽക്കാമെന്ന ഉറപ്പും ഈ കർഷകന്റെ കൃഷിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇതിന്? മാർക്കറ്റ് നമ്മളൊരു 160 കർഷക സംഘമുണ്ട് ഇവിടെ BFCK. അവിടെയാണ് തൂക്കി കൊടുക്കാറുള്ളത്. എങ്ങനെ അവിടുന്ന് സ്പോട്ടിൽ ഇതിന് എത്ര രൂപ കിട്ടും? സ്പോട്ടില് ഓരോ ദിവസത്തേക്കും ഓരോ റേറ്റ് ഉണ്ട്. ആ റേറ്റ് കണക്കാക്കി എല്ലാ BFCKയുടെ പല യൂണിറ്റുകളും പലയിടത്തുമായിട്ടുണ്ട്. അപ്പൊ എല്ലായിടവും ഏതാണ്ട് ഒരേ വിലയായിരിക്കും. ചെറിയ 1 രൂപ ഡിഫറൻസ് ഒക്കെ വരും, അത്രേ ഉള്ളൂ. വാഴകൃഷിയോടൊപ്പം വീട്ടുവളപ്പിൽ കറ്റാർ വാഴ, വിവിധയിനം മുളകുകൾ, പാഷൻ ഫ്രൂട്ട്, സീതപ്പഴം തുടങ്ങി ധാരാളം ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവയുടെ വളത്തിനും പാലിനുമായി പശുക്കളെയും ആടുകളെയും വളർത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ കൃഷികൾ ഭാര്യ മിനിയുടെയും മകൻ വിനീതിന്റെയും കൈകളിൽ ഭദ്രമാണ്. കൃഷിയെ സ്നേഹിക്കുന്നവരോടും അതുപോലെ ഈ രംഗത്തേക്ക് പുതുതായി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും ചേട്ടന് പറയാനുള്ള ഉപദേശം? എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവിത രീതി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കൃഷി കൊണ്ട് ജീവിക്കാം. നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാമെന്നാണ് എൻ്റെ കണക്കുകൂടുന്നത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. എനിക്ക് വേറെ ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എൻ്റെ മക്കളെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള കാശെല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ വീടൊക്കെ വെച്ച് ഇതെല്ലാം വേറെ ബുദ്ധിമുട്ടില്ലാതൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോഴും എൻ്റെ ജീവിതം പോകുന്നത് കൃഷി കൂടെ തന്നെയാണ്. സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. പക്ഷെ അതിന് താല്പര്യം വരണം അടുത്ത തലമുറയ്ക്ക്. അതിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നാലേ പറ്റുള്ളൂ. ഉൽപാദന ചെലവ് വളരെ കുറച്ച് കൂടുതൽ വിളവ് വർദ്ധിപ്പിച്ച് കൃഷി ചെയ്യുന്ന ഈ കർഷകന്റെ കൃഷിരീതികൾ മറ്റു കർഷകർക്ക് മാർഗദീപമാകുമെന്ന് പ്രതീക്ഷിക്കാം.
നെയ്യാറ്റിൻകരയിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മാത്രമല്ല കോഴിക്കൃഷിയും സജീവമാണ്. കോഴി വളർത്തലിൽ ജീവിത വിജയം കൈവരിച്ച ശ്രീ രാജേന്ദ്രൻ ചേട്ടനെ പരിചയപ്പെടാം. അല്പം ക്ഷമയും കൃഷിയോടുള്ള താൽപര്യവുമുണ്ടെങ്കിൽ ആർക്കും പരീക്ഷിക്കാവുന്ന കൃഷിരീതിയാണ് കോഴിക്കൃഷി. കോഴിക്കൃഷിയിലൂടെ കഴിഞ്ഞ 15 വർഷമായി ഉപജീവനം നടത്തിവരികയാണ് നെയ്യാറ്റിൻകരയിലെ തൊഴുക്കൽ മൂവർണ്ണതല സ്വദേശിയായ രാജേന്ദ്രൻ. തമിഴ്നാട്ടിൽ നിന്നും കോഴികളെ വാങ്ങി കേരളത്തിൽ ആവശ്യക്കാർക്ക് എത്തിച്ചുകൊടുത്തുകൊണ്ടായിരുന്നു ഈ കർഷകന്റെ കാർഷിക ജീവിതം ആരംഭിച്ചത്. സ്വന്തമായി എന്തുകൊണ്ട് കോഴിക്കൃഷി ചെയ്തുകൂടാ എന്ന ചിന്തയാണ് ഈ കർഷകന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. രോഗപ്രതിരോധ ശേഷിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വിൽക്കുകയാണ് രാജേന്ദ്രൻ ചെയ്യുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കാനെടുക്കുന്ന ശരാശരി കാലയളവ് 45 ദിവസമാണ്. ഒരടിക്ക് ഒരു കോഴി വീതം എത്ര കോഴി വളർത്തുന്നുവോ അത്രയും സ്ഥലം കോഴിക്കൃഷിക്ക് ആവശ്യമാണ്. കോഴി വളർത്തൽ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്? ഇത് നമ്മളൊരു ഉപജീവന മാർഗമായിട്ട് തമിഴ്നാട്ടിലൊക്കെ പോയി കോഴിക്കാരെടുക്കുമായിരുന്നു. കോഴിക്കാരെടുത്ത് അവിടെ നിന്ന് കണ്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ വലിയൊരു ഭാഗത്താണ് പോയി കോഴിക്കാരെടുക്കുന്നത് കൃഷിക്ക് ആവശ്യത്തിന്. അപ്പോൾ അങ്ങനെ അത് കണ്ടുപിടിച്ച് ചെയ്യണമെന്ന് തോന്നി കുറച്ച് ചെയ്ത് ഇപ്പൊ നേരത്തെ ഇവിടെയാണ് തരായിരുന്നത്. ഇവിടെ നിന്ന് മാറ്റി മുകളിലോട്ടാക്കി. ഇപ്പൊ ഒരു 6000 കോഴിക്കുണ്ട്. എങ്ങനെയാണ് അതിന്റെ വളർച്ച? കോഴി കുഞ്ച് ഏകദേശം ഒരു 2-3 ദിവസം ആയതാണ് കൊണ്ടുവരുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ഒരു 45-46 ദിവസം പിടിക്കും. എന്താണ് ഭക്ഷണ രീതി? കോഴിത്തീറ്റ, പ്രത്യേകിച്ച് കമ്പനിയിൽ നിന്നുള്ള കോഴിത്തീറ്റ വാങ്ങിച്ച് അത് തന്നെയാണ് കൊടുക്കുന്നത്. നോക്കാനൊക്കെ വീട്ടില് ചികിത്സാ രീതി പ്രത്യേകിച്ചൊന്നുമില്ല. വിരയ്ക്കുള്ള മരുന്ന് വെള്ളത്തിലിട്ട് കൊടുക്കും. വേറെ ഇപ്പൊ മറ്റുള്ള പ്രയോഗമൊന്നും ഇവിടെ ഇല്ല. നിലം നിരപ്പാക്കി ചകിരിക്കൂഴവും അറക്കപ്പൊടിയും നിലത്തിൽ പാകുന്നു. കോഴിക്ക് വേണ്ട ചൂടിനാണ് ചകിരിക്കൂഴം പാകുന്നത്. കോഴിയുടെ വിസർജനത്തിൽ കുതിർന്നു പോകാതിരിക്കാനും ചകിരിക്കൂഴം കൊത്തിത്തീർക്കാതിരിക്കാനും അറക്കപ്പൊടിയും വിതറുന്നു. ഇതിനു മുകളിൽ ഫ്രൂഡറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അലൂമിനിയം തകിടിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബൾബുകളെയാണ് ഫ്രൂഡറുകൾ എന്ന് പറയുന്നത്. കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ആദ്യ 15 ദിവസങ്ങൾ ചൂട് വളരെ ആവശ്യമാണ്. അതിനായാണ് ഫ്രൂഡറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഫ്രൂഡറിന്റെ സമീപത്തായി 400ഓളം കോഴിക്കുഞ്ഞുങ്ങൾ വിശ്രമിക്കാറുണ്ട്. 15 ദിവസം കഴിഞ്ഞാൽ ഫ്രൂഡറുകൾ മാറ്റി കൂടിന്റെ വിസ്തീർണം കൂട്ടാറുണ്ട്. കൂടിന്റെ വിസ്തീർണം കൂട്ടാനും കുറയ്ക്കാനുമായി കാർഡ്ബോർഡ് പെട്ടികൾ ഉപയോഗിച്ച് തരം തിരിച്ചിട്ടുണ്ട്. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. ഫ്രൂഡറുകൾക്കിടയ്ക്ക് തന്നെ വെള്ളത്തിനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കറുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കോഴി ഫാമിനേക്കാൾ ഉയരത്തിൽ ടാങ്ക് സ്ഥാപിച്ച് മോട്ടോർ ഘടിപ്പിച്ച് വെള്ളം നിറയ്ക്കുന്നു. ഈ ടാങ്കിലെ വെള്ളം 1/2 ഇഞ്ച് PVC പൈപ്പിലൂടെ ഡ്രിങ്കറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഡ്രിങ്കറുകൾ നിറയുന്നു. ഇതിന്റെ സജ്ജീകരണം എങ്ങനെയാണ്? പരിപാലന രീതികൾ എങ്ങനെയൊക്കെയാണ്? പരിപാലന രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ ഫ്രൂഡറിൽ വെച്ചിരിക്കണം. ഫ്രൂഡറൊക്കെ അകത്ത് പോകുന്ന ഫ്രൂഡറൊക്കെ വെച്ച് അത് ട്യൂബ്ലൈറ്റ് നല്ല ഹീറ്റിൽ വെച്ചിരിക്കും. അത് കഴിഞ്ഞാൽ അതിനെ നല്ല ഒരു 15-16 ദിവസം വരെ തന്നെ പരിപാലിച്ച് ഇതിന്റെ വേച്ചൊക്കെ എടുത്ത് കളഞ്ഞ് പേപ്പറിലൊക്കെയാണ്. പ്രത്യേക ഒരു സംവിധാനമുണ്ട്. ഒരു ഫ്രൂഡറും അതിന്റെ ഒരു സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 16 ദിവസം കഴിഞ്ഞിട്ട് കോഴിയെ പിരിച്ചുവിടും. പിരിച്ചുവിട്ട് എല്ലായിടത്തും നേരത്തെ ആക്കിയതിന് ശേഷം പിന്നെ അപ്പോഴും ജോലി കുറവാണ്. അതിന് ശേഷം അതുവരെയും 2 നേരവും 2-3 പ്രാവശ്യം അപ്പോഴും പോയി നോക്കി കാര്യങ്ങൾ ചെയ്യാം. വെള്ളമൊക്കെ അപ്പോഴത്തെ ചെറിയ പാത്രമുണ്ട്. അതിൽ വെച്ച് വെള്ളം അത് കൊടുക്കും. വലുതായ 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങനെയുള്ള വെള്ളം കൊടുക്കുന്നത്. ട്രിപ്പ് മോഡൽ വെള്ളം കൊടുക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ തലേ ദിവസം തന്നെ ഒരു 5 കിലോ തീറ്റ വരെ ഇല്ലാണ്ട് ചെറിയ കോഴിക്കുള്ള തീറ്റ ഉണ്ട്. അതാദ്യം കൊടുക്കും. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കോഴി കൊടുക്കേണ്ട തീറ്റയുണ്ട്. അതാണ് കൊടുക്കുന്നത്. മറ്റ് ജീവികളുടെ ആക്രമണം വല്ലതുണ്ടോ? അത്
ചേരയുണ്ട്, നാട്ടുമ്പുറമാണ്, ചേരയുണ്ടാവും, വള്ളിപ്പിരി പൂച്ച അതുണ്ടാവും, പിന്നെ ഈ പെരിച്ചാഴി അതിങ്ങനെ അടിയിൽ കൂടെ തുറന്നു വരും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോഴികൾക്ക് കൃത്യമായി തീറ്റ നൽകാനും നിലത്ത് പാകിയിരിക്കുന്ന ചകിരിക്കൂടം വൃത്തിയാക്കാനുമായി നിത്യവും 2-3 പേരുടെ ആവശ്യം ഈ കോഴി ഫാമിനുണ്ട്. ഇതിൽ സഹായിക്കാനായി രാജേന്ദ്രനോടൊപ്പം ഭാര്യ ജയശീലയും മക്കളായ രേഷ്മ, രശ്മി, റോഷ്നി തുടങ്ങിയവരുമുണ്ട്. നിലത്ത് പാകിയിരിക്കുന്ന ചകിരിക്കൂഴം കോഴിയുടെ വിസർജ്യ വസ്തുക്കളുമായി കൂടിച്ചേർന്ന് കോഴിക്കാരമായി മാറുന്നു. സ്വന്തം കൃഷിക്കും മറ്റു കൃഷിക്കാർക്കും വളത്തിനായി ഈ കോഴിക്കാരം നൽകി വരുന്നുണ്ടിവിടെ. വെള്ളക്കോഴികൾക്കൊപ്പം തന്നെ നാടൻ കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. പൂർണ്ണ വളർച്ചയെത്താൻ വെള്ളക്കോഴിയേക്കാൾ കൂടുതൽ കാലം നാടൻ കോഴിക്ക് ആവശ്യമാണ്. വെള്ളക്കോഴികളേക്കാൾ നടന്നും പറന്നും അധികം സഞ്ചരിക്കുന്നവരാണ് നാടൻ കോഴികൾ. അതിനാൽ തന്നെ കോഴി ഫാമിൽ താരതമ്യേന വളരെ കുറച്ച് കോഴികളെ മാത്രമേ വളർത്താൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തോടൊപ്പം പ്രധാനമായും വാഴയിലയാണ് നാടൻ കോഴിക്ക് നൽകി വരുന്നത്. നെല്ലും കോഴിക്ക് നൽകി വരുന്ന മറ്റൊരു പ്രധാന ആഹാരമാണ്. വെള്ളക്കോഴിയെ പോലെ തന്നെ രാജേന്ദ്രന്റെ നാടൻ കോഴിക്കും ആവശ്യക്കാരേറെയാണ്. നാഞ്ചിനാടിന്റെ സമീപ പ്രദേശമായ നെയ്യാറ്റിൻകരയിലെ ഈ 2 കർഷകരുടെ കൃഷിപ്പാടങ്ങൾ കൃഷിയെ സമീപിക്കുന്ന പുതിയ സംരംഭകർക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.